Good morning. Good morning, ma'am. Good morning, Miss. Morning, Miss. Morning. Okay, നിങ്ങളുടെ prayer ഒക്കെ കഴിഞ്ഞോ? ഇല്ല മിസ്, സ്റ്റാർട്ട് ചെയ്യട്ടെ? Yes, please. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ നാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവയ്ക്കുമീ പദം നൃത്തലോലമാകണേ, കുഞ്ഞു വീടിനുൾ കളങ്ങൾ സ്വർഗമാക്കണേ, അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ, പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ, ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും. താങ്ക് യു മിസ്. Thought of the day. Black color is sentimentally bad, but every blackboard make the student life bright. Thank you, Miss. സൈൻ ഇൻ. ഒരു കഥയാണ്. കടിച്ചതും പിടിച്ചതും. പ്രാവും പൂവങ്കോഴിയും കൂട്ടുകാരായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് താമസം. എന്നും അവരൊരുത്തരു കൂടി രസകരങ്ങളായ പല കഥകളും കൈമാറും. ഒരു ദിവസം പൂവങ്കോഴി ആപത്തിൽപ്പെട്ടു. ഒരു കുറുക്കൻ പതുങ്ങി പതുങ്ങി വന്ന് അതിനെ പിടിച്ച് ഒരു ചാക്കിലിട്ട് യാത്രയായി. പാവം പൂവൻ ആ ചാക്കിൽ കിടന്ന് നിലവിളിച്ചു. പക്ഷേ എന്തു ഫലം? കുറുക്കനുണ്ടോ വിടുന്നു. പൂവങ്കോഴിയുടെ നിലവിളി പ്രാവു കേട്ടു. അതിന് കാര്യം മനസ്സിലായി. എങ്ങനെയെങ്കിലും കൂട്ടുകാരനെ രക്ഷിക്കണം. പക്ഷെ എങ്ങനെ? മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടല്ലോ. അതൊരു വഴി കണ്ടെത്തി. പ്രാവ് കുറുക്കിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് അവന് മുന്നിൽ അല്പം അകലെയായി വീണു. എന്നിട്ടു ചലനമറ്റ പോലെ കിടന്നു. കുറുക്കന് സന്തോഷമായി. ചാക്കിൽ തടിച്ചു കൊഴുത്ത പൂവങ്കോഴി. മുമ്പിലിതാ ഒരു പ്രാവ് ചത്തു വീണിരിക്കുന്നു. ഇന്നത്തെ കാര്യം കുശാൽ. കുറുക്കൻ ചാക്ക് തറയിലിട്ടു. ചത്തു കിടക്കുന്ന പ്രാവിനെ എടുക്കാനായി നടന്നു. ചാക്ക് നിലത്തിട്ട കാര്യം പൂവൻ മനസ്സിലാക്കി. അത് പതുക്കെ ചാക്കിൽ നിന്നിറങ്ങി അടുത്തു കണ്ട പൊന്തക്കാട്ടിൽ ഒളിച്ചു. കുറുക്കൻ ചത്തുകിടന്ന പ്രാവിന്റെ അടുത്തെത്തി. എടുക്കാൻ കൈനീട്ടി. അപ്പോഴതാ ചത്ത പ്രാവ് പറക്കുന്നു. അവൻ ഞെട്ടിപ്പോയി. പ്രാവ് പോയെങ്കിൽ പോട്ടെ, കോഴിയുണ്ടല്ലോ. അവൻ തന്റെ ചാക്കെടുത്തു. ഭാരമില്ല, കോഴിയും പോയി. അവൻ അവിടെയെല്ലാം നോക്കി. ഇല്ല, ഒരിടത്തും കാണാനില്ല. അത്യാഗ്രഹം കൊണ്ടല്ലേ കയ്യിലിരുന്ന കോഴിയെ വിട്ട് പ്രാവിനെ കൂടി എടുക്കാൻ പോയത്. കടിച്ചതും പോയി, പിടിച്ചതും പോയി. താങ്ക് യു. വേറൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഉത്തരത്തിൽ ഉള്ളത് കിട്ടിയില്ല, കയ്യിലുള്ളത് പോയിരുന്നു. അങ്ങനെ തോരണല്ലേ? അതുപോലെ തന്നെ അല്ലെ? സെയിം തീം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ജസ്റ്റ് ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. കാരണം ആരെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിഞ്ഞോ, അതോ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതോ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലാണോ? കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അക്കാദമിക് ഇയർ കഴിയാറായില്ലേ സ്കൂളുകളിൽ. നെക്സ്റ്റ് അക്കാദമിക് ഇയറിലാണോ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻസ് എല്ലാം? ഞാന് ജൂൺ ജൂലൈ 2 മാസമാണോ മിസ്സേ പോണ്ടത്? അങ്ങനെയില്ല, ശരിക്കും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ കുറച്ച് ദിവസം അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മൾ പഠിച്ചതെല്ലാം അപ്ലൈ ചെയ്തു, നമുക്ക് നല്ല റിസൾട്ട് കുട്ടികളിൽ കിട്ടി. ആ ഒരു ഇതാണ്. 10 to 15 days ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് എന്ന് പറയുന്നത്. പക്ഷെ കുട്ടികൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം എന്ന് താല്പര്യപ്പെട്ട് 1 month, 2 months, 3 months ഒക്കെ പോവാറുണ്ട്. അപ്പൊ അതിന് എത്ര മാസം എന്നുള്ളത് സ്കൂളിൽ സംസാരിക്കണ്ടേ? എത്ര വരാനാണ് താല്പര്യം എന്നുള്ളത്? നിങ്ങൾക്ക് 15 പറയാം. 15 എന്ന് പറയുമ്പോ ഏകദേശം ഒരു 3
വർക്കിംഗ് വീക്ക് അല്ലെ, ഒരു സ്കൂളിന്റെ ആ, വർക്കിംഗ് വീക്ക് നോക്കുവാണെങ്കിൽ 3 വരും. പിന്നെയും ഒരു ഇത് നോക്കുവാണെങ്കിൽ 20യോ അപ്പൊ 4 വർക്കിംഗ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ചില സ്കൂളുകളിൽ അവര് പറയും കണ്ടിന്യൂ ചെയ്യൂ അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യൂ എന്ന് പറയും. പ്ലേസ്ഡ് ആകാറുണ്ട് സെർട്ടൻ കേസസിൽ. അപ്പൊ അങ്ങനെയും നോക്കണം. പിന്നെ ഇപ്പം ചിലടത്ത് ചെല്ലുമ്പോ ടീച്ചേഴ്സ് ലീവായി പോകുമ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലാക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ശരിക്കും പേയ്മെന്റ് തരേണ്ടതാണ്. അപ്പൊ നമ്മളെ അങ്ങനെ പറ്റിക്കാൻ, നമ്മളെങ്ങ വല്ലാതെ അങ്ങ് മിസ്യൂസ് ചെയ്യുന്ന പോലെ ആയി പോകരുത്. വാട്ട് എവർ ഇറ്റ് മീൻസ് നമ്മുടെ പാഷനാണ്, പക്ഷെ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു വാല്യൂ വേണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഒരാൾക്ക് പകരമായിട്ട് എടുക്കുക, ജോബ് പോലെ ചെയ്യിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളവിടെ നമ്മുടെ ടൈമും എഫേർട്ടും എനർജിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അപ്പൊ അതൊക്കെ കൂടെ ഒന്ന് നോക്കണം. നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കുമ്പോ ചെയ്യണം. അല്ലെങ്കിൽ ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു ഇതാവില്ലേ, നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം ചെയ്യാന്നുള്ളതല്ല, നമ്മൾ മാക്സിമം കുട്ടികളോട് കമ്മിറ്റഡ് ആയിരിക്കും. ഞാനൊരു 15 days വിചാരിച്ചാണ് പോയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു അവിടെ വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. അപ്പൊ എനിക്ക് സൺഡേസിലും ഹോളിഡേസിലും മാത്രമേ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീക്ക് ഡേയ്സിൽ ആ സ്കൂളിൽ 5 ദിവസം പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പ്ലാൻ ചെയ്യാം. സ്കൂളിൽ ഇപ്പം അക്കാദമിക് ഇയർ എൻഡ് ആവാറായി. ജസ്റ്റ് ഒരു 15 days ഒക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ അത് ഇനഫ് ആണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് പോകേണ്ടി വരും. നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് LKG സെഷൻ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്ത് അവരാകെ അവിടെ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ജൂലൈ ഒക്കെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അതിനുള്ള ഒരു ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ പോവാൻ കേട്ടോ. ഈ ചുമ്മാ അംഗൻവാടിയിലൊക്കെ പോയിരിക്കാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ വെക്കേഷനിലും ഉണ്ടാവുമല്ലോ. മിസ്സേ, ഈ ചില സ്കൂളുകളിൽ ഈ സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമല്ലോ, അതില് ആ സമയത്ത് പോകുന്നതിൽ കുഴപ്പമുണ്ടോ മിസ്സേ? ഇല്ല, ആ സമയത്ത് ചെയ്യാലോ. നമുക്ക് സ്റ്റഡീസ് ഒന്നും ഇല്ലായിരിക്കുമല്ലോ, ഫുൾ ആക്ടിവിറ്റീസ് ആയിരിക്കുമല്ലേ? നമുക്കത് മതി. നമുക്ക് ആക്ടിവിറ്റീസ് നമ്മളുടെ മെത്തേഡിൽ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മതിയല്ലോ. ആ ആക്ടിവിറ്റീസ് കൂടിയാണെങ്കിലും മിസ്സേ, അപ്പൊ നമ്മൾ ഈ 15 days ടീച്ചിങ് പ്രാക്ടീസ് പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണോ? ചിലര് മാത്രമാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്, ബാക്കി നോർമലി അങ്ങനെ ഇല്ല. ഇവിടെ ഒരു മോണ്ടിസോറി സ്കൂളുണ്ട്. അപ്പൊ അവര് ശരിക്കും ഞാനിങ്ങനെ ചോദിച്ചപ്പോ ഏപ്രിൽ മെയ്യിൽ അവര് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും പറഞ്ഞ് നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ ചെറിയൊരു എമൗണ്ട് പേയ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയാണെന്ന് പറഞ്ഞില്ല. പേയ്മെന്റ് കൊടുത്തു പോയവരുണ്ട് കേട്ടോ നമ്മുടെ ബാച്ചിൽ. അപ്പൊ ആ കുട്ടി പറഞ്ഞത് എനിക്കത് വർത്തായിട്ട് തോന്നി. കാരണം അവിടെ നിറയെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്, അത് നേരിട്ട് ചെന്ന് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നല്ലേ. ഇത് ഞാൻ കണ്ടിരുന്നു മിസ്സേ. കാരണം ഇത് ഫുള്ള് മോണ്ടിസോറി മെറ്റീരിയൽസ്, മോണ്ടിസോറി ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ക്ലാസ്, ഒരു ഫുൾ റൂം അങ്ങനെ സെറ്റ് ചെയ്തേക്കുക. കണ്ടിട്ട് കുഴപ്പമില്ല, വർത്താൻ തോന്നുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു അവര് മെയിൻലി ഏപ്രിൽ മെയ് സമയങ്ങളിലാണ്. അപ്പൊ അവര് അവരുടെ സൈറ്റിൽ ഇടും, അല്ലെങ്കിൽ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടും എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു? നമ്മൾ ഫ്രോയിഡിന്റെ മോഡൽ നോക്കുമായിരുന്നു. ഏതിന്റെയാണ്? ഫ്രോയിഡിന്റെ സൈക്കോളജി സ്റ്റേറ്റ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്തിരുന്നോ? അന്ന് ക്ലാസ് റൂമിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു മിസ്സേ. സോ പിയാഷെ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു എന്നല്ലേ പറഞ്ഞേ? പിയാഷെയും എടുത്തിരുന്നു, ഫ്രോയിഡും എടുത്തിരുന്നു. അത് കഴിഞ്ഞ് മിസ് വേറെ ആരോ ഒരാളുടെയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറിക്സൺ ആണോ? എറിക്സന്റെ ആയിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞോ? ഒരു 8 സ്റ്റേജ് ഉള്ളതല്ലേ? അതെ, അത് പറഞ്ഞായിരുന്നു മിസ്സേ. പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇപ്പം ബെഡോസ്കിയുടെ ആണ് നമുക്ക് പറയാനുള്ളത്. മിസ്സേ, എന്റെ അടുത്തിപ്പോ നോട്ടില്ല. അപ്പൊ നോട്ടുള്ള ആരെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് പറയാമോ? ഓക്കെ, നോ പ്രോബ്ലം.
ഞാൻ റഷ്യൻ സൈക്കോളജിസ്റ്റ് ഒരു ലെവ് വിറ്റോസ്കി എന്താണോ സ്പെൽ ചെയ്യുന്നത് ഐ ഡോണ്ട് നോ, VYGOTSKY അതാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിൻ്റെത് സോഷ്യോ കൾച്ചറൽ തിയറി ആയിരുന്നു. നമ്മൾ പിയാഷെ പറഞ്ഞു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു, സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ എല്ലാം ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു അവരുടെ ഒബ്സർവേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ശരിക്കും കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ അനാലിസിസ് ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പൊ എന്ത് രീതിയിലുള്ള ഇന്റർവെൻഷൻസ് അവരിൽ നടത്തണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. പെട്ടെന്ന് ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല, കുറെ കുട്ടികളുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ ടീച്ചേഴ്സ് പലപ്പോഴും പറയാറുണ്ട്, ട്രെയിനീസ് പറയാറുണ്ട്, രാവിലെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ആദ്യമായിട്ടാണ് കൊച്ചുകുട്ടികളുടെ അങ്ങനെ അടുത്തേക്ക് പോകുന്നതെന്നൊക്കെ പറയും. പക്ഷെ വൈകുന്നേരമായിരിക്കും അവർ പറയും ആ ഫസ്റ്റ് കുറച്ച് നേരത്തിൽ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി, പിന്നെ അത് കഴിഞ്ഞപ്പോ അങ്ങ് ഭയങ്കര ആയിട്ട് കുട്ടികളുമായിട്ട് മേർജ് ആയി എന്ന് പറയും. ഓക്കെ, വിറ്റോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയാണ് ലെവ് വിറ്റോസ്കി. ഓക്കെ, പാരന്റ്സ്, കെയർ ഗിവേഴ്സ്, പീർ ഗ്രൂപ്പ്, അതുപോലെ തന്നെ കൾച്ചർ, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യം, ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ചിലപ്പോൾ ട്രഡീഷൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ആവാം, ബിലീഫ് അതിനകത്ത് ഇൻക്ലൂഡ് ആകാം, ജീവിത സാഹചര്യങ്ങൾ, അതെല്ലാം ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ദി ബ്രെയിൻസ് ഹയർ ഓർഡർ ഫങ്ഷൻസ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു കുട്ടിയുടെ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് ആ കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ സ്റ്റേജുകളിലും ഈ ഫാക്ടേഴ്സ് എല്ലാം കണക്റ്റഡ് ആണെന്നാണ് ലെവ് വിറ്റോസ്കി പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇതൊന്നും ഇപ്പൊ പീർ ഗ്രൂപ്പ് നല്ലതല്ല എങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അല്ലെ. പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചില സർട്ടൻ ഏജിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് ആ ഒരു കൗമാര കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ചെറിയ ഏജിലും ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഫ്രണ്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട്, അവനെ ഫോളോ ചെയ്യാനായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ടെൻഡൻസി കുട്ടികൾ കാണിക്കാറുണ്ട്. പിന്നെ പാരന്റ്സിന്റെ പെരുമാറ്റം, പാരന്റ്സ് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി, പിന്നെ പാരന്റ്സ് അല്ല ഇനി കെയർ ഗിവേഴ്സ് ആണെങ്കിൽ ആ ഒരു രീതി, അങ്ങനെ പിന്നെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു എന്നാണ് വിറ്റോസ്കി പറഞ്ഞത്. അപ്പൊ പല കൾച്ചറിൽ ജീവിക്കുന്ന ജീവിക്കുന്ന ആ കുട്ടികളില് ഈ ഡെവലപ്മെന്റില് പല വ്യത്യാസങ്ങൾ കാണാം. സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് കുട്ടികളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ലാംഗ്വേജിലെ ഡെവലപ്മെന്റ്, ശരീരത്തിന്റെ വളർച്ചയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് പറഞ്ഞു, മൂവ്മെന്റ്സ്, മോട്ടോ ഡെവലപ്മെന്റ് പറഞ്ഞു, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറഞ്ഞു, ബുദ്ധിപരമായിട്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യലൈസ് ചെയ്യുന്നതിലെ ഡെവലപ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികളെ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോഴും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, ഒട്ടും ഫെമിലിയർ അല്ലാത്ത സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും അല്ലെ. ചില കുട്ടികൾ ഭയങ്കരമായി കരഞ്ഞ കൊച്ചു പ്രായത്തിലുണ്ടോ. അത് കഴിഞ്ഞ് പിന്നെ അമ്മ അല്ലെങ്കിൽ കെയർ ഗീവറുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആകുമ്പോൾ അവരിൽ നിന്ന് സെപ്പറേറ്റ് കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും ഒന്ന് മാറ്റി നിർത്തുമ്പോൾ അതും അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും ചെറുപ്രായങ്ങളിൽ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇവരെ അഫക്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ ആ ഒരു ഡെവലപ്മെന്റിൽ. കരഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും. അങ്ങനെ നമ്മൾ കുട്ടി അത്രയും കരയിക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെ അപ്പൊ ടീച്ചേഴ്സ്, പാരന്റ്സ്, അങ്ങനെയുള്ളവർക്കെല്ലാം വളരെയധികം റോൾസ് ഈ ഒരു കാര്യത്തിലുണ്ട് കുട്ടിയുടെ ഡെവലപ്മെന്റില്. അപ്പൊ ഈ നമ്മള് വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയില്ലേ, കുട്ടി ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകും, ഉള്ളിൽ വെച്ച് ഇങ്ങനെ വളർത്തല്ലേ എന്നൊക്കെ പറയും. അത് ആ സോഷ്യലൈസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്. പല പ്രോഗ്രാംസ്, ഇപ്പൊ വർഷിപ്പ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ആരാധനാലയങ്ങളിൽ പോകുന്ന, റിലീജിയസ് പ്ലേസിൽ പോകുന്നതും എല്ലാം കുട്ടികളെ, അപ്പൊ അവർക്ക് അതൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും അവരെ ഒന്ന് സോഷ്യലൈസ് ചെയ്യാൻ. പാർക്കുകള് അങ്ങനെ കൊണ്ടുപോകും, ബീച്ച്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നു. അപ്പൊ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള മോണ്ടെസോറിയുടെ ഒരു കൺസെപ്റ്റ് ഈ അനാലിസിസിൽ നിന്നൊക്കെ വന്നതാണ്. കുട്ടികളെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്, നേച്ചറുമായിട്ടും റിയാലിറ്റിയുമായിട്ടും എൻവയോൺമെന്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ്
കുട്ടികൾ ഡെവലപ്മെന്റ്, കുട്ടികൾ ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ മോണ്ടിസോറിക്ക് ഈ അനാലിസ്റ്റുകളുടെ ഈ അനാലിസിസ് നടത്തിയ ഇവരുടെ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻ വളരെയധികം ആ ഒരു കാര്യത്തിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ കൾച്ചറൽ ഈവെന്റ്സ്, ഇപ്പൊ സ്കൂളിൽ ചേർത്താലും സ്കൂളിലും കുറേ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ടല്ലേ, ആർട്സ് പരമായിട്ടും സ്പോർട്സ് പരമായിട്ടും. പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുമ്പോൾ, ക്രിസ്മസ്, ഓണം ഒക്കെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അങ്ങനെ കുട്ടികളെ എല്ലാവരെയും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ടീച്ചർമാര് വളരെയധികം ശ്രദ്ധിക്കും, എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കും. പാർട്ടിസിപ്പേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ ആ ഒരു അത് കുട്ടികളിൽ ചെറുപ്പത്തിലേ തുടങ്ങി അവർക്ക് വരും. ഓരോ ഇവന്റിനനുസരിച്ച് അവര് ഡ്രസ് ചെയ്ത് വരും. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്യും. കഴിഞ്ഞ മോന്റെ സ്കൂളിൽ ഞാൻ പോയപ്പോ 9th കേട്ടോ, KG സെഷന്റെ ആർട്സ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, കിഡ്സ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു. ശരിക്കും കുട്ടികളൊക്കെ അവരുടെ ഒരു ഡ്രീം ജോബോ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു, അവർക്ക് അങ്ങനെ ആ രീതിയിൽ ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്തു. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ ക്ലാസ്സിലെ കുട്ടികള് ഇങ്ങനെ ബെഗേഴ്സ്, അങ്ങനെ മീൻ വിൽക്കുന്നത്, അങ്ങനത്തെ കുറെ കോസ്റ്റ്യൂംസിലൊക്കെ വരാറുണ്ടല്ലേ. പിന്നെ ഇത് മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുടെ, പക്ഷെ ഇതിലൊക്കെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ നമുക്ക് ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇടിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരിങ്ങനെ പൈലറ്റിന്റെ, എയർ ഹോസ്റ്റസ്, ഡോക്ടർ, സോൾജിയർ, പോലീസ്മാൻ, അങ്ങനെ നേഴ്സ്, അങ്ങനെ ഇത് ടീച്ചർ, പിന്നെ സിസ്റ്റേഴ്സ്, സിസ്റ്റർ, അങ്ങനെ സിസ്റ്റർ, അങ്ങനെ ആ ഒരു രീതിയിലുള്ളത്, അങ്ങനെ കുറെ ഒരു കോസ്റ്റ്യൂം. അവർക്ക് തന്നെ ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ഒക്കെ തോന്നും അവർ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ പോകുമ്പോൾ. പിന്നെ ബ്യൂട്ടി ക്യൂൻ, അങ്ങനെ കുറെ. അപ്പൊ അങ്ങനെ പല സോഷ്യൽ ഇവന്റ്സിൽ അവരെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റിൽ പറയുന്നത്. ഈ ഒരു വിഗ്ഡോസ്കിയുടെ ആ ഒരു ഒബ്സർവേഷനിലെ കാര്യങ്ങളെല്ലാം പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഈ ഒരു ഒബ്സർവേഷൻ ഭയങ്കരമായിട്ട് പോപ്പുലറായി. എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ അതായത് പലരും റിസർച്ച് ചെയ്യും അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനില്. അപ്പൊ ആ റിസർച്ചിൽ നിന്നും ആളുകൾ മനസ്സിലാക്കിയത് നമ്മളൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ചേഞ്ചസ് ഉണ്ടാകും. നമ്മുടെ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ് അത് നമ്മളുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബിഹേവിയർ 3 ഫേസസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടോ അത്? എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷൻ സൈക്കോളജി കേട്ടോ? ഇല്ലല്ലോ. അതിൽ വരുന്നുണ്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്, അങ്ങനെ ബിഹേവിയറിന്റെ പല തലങ്ങൾ നമ്മളുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഏതൊരു സ്കൂളിലൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ വളരെ വേദന തോന്നിയ പല എക്സ്പീരിയൻസും നമ്മുടെ ട്രെയിനീസ് പറയുകയുണ്ടായി. ചില കുട്ടികളെ ഇങ്ങനെ ടീച്ചേഴ്സ് ഒറ്റപ്പെടുത്തിയിരുത്തുന്നു. അപ്പൊ മറ്റു കുട്ടികളും അവരോട് മിണ്ടുന്നില്ല. ആ കുട്ടിയുടെ ഉള്ളിലൂടെ, വളരെ ചെറിയ മോനാ, KG സെഷനുള്ളത്, എന്ത് വേദനയായിരിക്കില്ല അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ വിഗ്ഡോസ്കിയുടെ ഈ ഒരു ഒബ്സർവേഷൻസ് കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, നമുക്കറിയാം ഒരു ഏജ് കഴിയുമ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഏരിയയിലേക്ക് കുട്ടി കടക്കും. അപ്പൊ അവിടെ ആ കുട്ടിയുടെ അവൻ എങ്ങനെ ആ കാര്യങ്ങൾ, ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വിഗ്ഡോസ്കിയുടെ ഈ ഒരു അനാലിസിസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ 3 വയസ്സ് വരെയും കുട്ടി വീട്ടിലാണ്. അത് കഴിയുമ്പോഴേക്കും കുട്ടി ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആ ഒരു എൻവയോൺമെന്റിലേക്ക് കടക്കും. അപ്പൊ ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിരുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അതിനറിയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്കൊരു സ്പെഷ്യൽ ബാച്ച് ഉണ്ട്, ഒരു കുട്ടികൾ പഠിക്കുന്ന ബാച്ച്. അവര് ഇവിടെ അടുത്ത് മാള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഹോളി ഗ്രേസിലാണ് വർക്ക് ചെയ്യുന്നത്. ടീച്ചേഴ്സാണ്. ഒരാൾ ടീച്ചർ കോർഡിനേറ്റർ, ഒരാൾ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആണ്, ഒരാൾ KG സെഷന്റെ ടീച്ചറാണ്. അപ്പൊ അവർ ഷെയർ ചെയ്യണ്ടേ, ആ ടീച്ചർ കോർഡിനേറ്റർക്ക് എല്ലാ ക്ലാസ്സുകളിലും പോകണം, ചെറിയ ക്ലാസ്സുകളിൽ. അങ്ങനെ ഒരു ക്ലാസ്സിലെ മോൻ ഭയങ്കര കരച്ചിലാണ്. മറ്റു കുട്ടികളുമായിട്ട് ഒട്ടും മോജാവില്ല, ഭയങ്കര കരച്ചിൽ. ആകെ ഇവന്റെ അമ്മ വന്ന് അവിടെ നിൽക്കണം. അത് ക്ലാസ് റൂമിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഇവന് വിസിബിൾ ആയിട്ടുള്ള ഒരു ദൂരത്തില് അവര് നിൽക്കണം കണ്ടാൽ മാത്രമാണ് അത് കുറച്ചു നേരം അടങ്ങിയിരിക്കുള്ളൂ. പിന്നെ അവന് കൊടുക്കുന്ന ചെയർ അവന് ഇഷ്ടമല്ല, ടേബിൾ ഇഷ്ടമല്ല, മറ്റു കുട്ടികൾ വന്ന് അടുത്ത്
അടുത്തിരിക്കുന്നത് ഇഷ്ടമല്ല, മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞോളൂ, ജസ്റ്റ് അവരുടെ ഫാമിലിയുടെ ആ ഒരു കൾച്ചർ, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടി 1 മിനിറ്റ് പോലും, അതായത് ഒരു 24 hours AC-യിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഇരിക്കുന്നത് സാധാരണ സ്കൂളുകളിലെ ഇതുപോലെ വുഡൻ ബെഞ്ചിലോ സ്റ്റൂളിലോ ചെയറിലോ ഒന്നുമല്ല. വീട്ടില് വലിയ എന്താ പറയാ, ഭയങ്കര കുഷ്യനൊക്കെ ആയിട്ടുള്ള സോഫയിലും കൗച്ചും ഒക്കെയാണ്. ഇരിക്കുകയോ കിടക്കുകയോ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ മൊബൈലിൽ കളിക്കുന്നുണ്ട്, അങ്ങനെ ആ സ്ക്രീൻ അതുണ്ട്. അപ്പൊ കുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള ലക്ഷോറിയസ് ലൈഫാണ് വീട്ടില്, ഒരു കുറവുകളും ഇല്ല. ഇത് ഇച്ചിരി കൂടിയ ലക്ഷൂറിയസ് ആയി എന്ന് പറയാം. അപ്പൊ കുട്ടിക്ക് സ്കൂളിൽ വരുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ല. കാറിൽ കൊണ്ടുവരും, അത് AC ഇട്ടിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. സ്കൂളിൽ വരുമ്പോൾ അവിടെ AC ഒന്നുമില്ലല്ലോ, ഫാൻ മാത്രം. ഫാൻ ആവശ്യത്തിനുണ്ട്, പക്ഷെ അത് കുട്ടിക്ക് പറ്റില്ല. കാരണം 24 മണിക്കൂർ AC-യിലാണ് കുട്ടിയുടെ ജീവിതം. അത് അവൻ ജീവിച്ച് വന്ന ആ ഒരു കൾച്ചർ, ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് പറ്റിയതാണ്. അവന് കാര്യമായ പൊരുത്തപ്പെടൽ, അഡാപ്റ്റേഷൻ അവന് പറ്റുന്നില്ല. സിറ്റുവേഷൻസുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് പറ്റും. അത് ശരിക്കും അത് പാരന്റ്സിന്റെ സൈഡിൽ നിന്നുണ്ടായ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും കുട്ടികളുടെ സ്കിൽസും അവരുടെ നോളജും ഒക്കെ അവർക്ക് റിവീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അവരെ അടച്ചുപൂട്ടി ഇരുത്തുവാണെങ്കിൽ അവരുടെ ഉള്ളിൽ എന്ത് കഴിവുണ്ടെങ്കിലും അത് അവർക്ക് പുറത്തേക്ക് കാണിക്കാൻ ഭയങ്കര മടിയായിരിക്കും. സ്ഫടികം മൂവിയില് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർ ഭയങ്കര ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്. ആ കുട്ടിയുടെ അച്ഛന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആ കുട്ടി നല്ല മിടുക്കനായ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഉണ്ടായ ലൈഫ് മാറ്റം വന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനം അച്ഛൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് കാര്യമായ റിസൾട്ട് അവന്റെ ലൈഫിൽ പിന്നെ ഉണ്ടാക്കുന്നില്ല. കാരണം അത്രയും അവന്റെ നല്ല സമയങ്ങൾ പോയി കഴിഞ്ഞു അല്ലെ. ആ ഒരു സ്കൂൾ കാലഘട്ടം നല്ലൊരു ശരിക്കും ഒരു സയന്റിസ്റ്റോ എഞ്ചിനീയറോ ഒക്കെ ആവാമായിരുന്ന ഒരു കുട്ടി, അത് മാത്രമല്ല ബെറ്റർ ജോബ് എന്നല്ല, പക്ഷെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അച്ഛന്റെ ഒരു വാശി കൊണ്ട് മാത്രം ആ കുട്ടിയുടെ അതെല്ലാം പോയി. അപ്പൊ അതൊക്കെയാണ് വൈഡോസ്കി പറഞ്ഞത്. ഇങ്ങനെ സോഷ്യലൈസ് ചെയ്യണം, നമ്മുടെ കൾച്ചർ, ടീച്ചേഴ്സ്, മെന്റേഴ്സ്, പാരന്റ്സ്, പീർ ഗ്രൂപ്പ് എല്ലാം ഈ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ജസ്റ്റ് നമ്മൾക്കൊന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, പിയാജെയുടെ തിയറിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പിയാജെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നല്ലേ പറയുന്നത്. വിഡോസ്കിയുടെ തിയറിയില് സോഷ്യൽ ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിയാജെ പറഞ്ഞത് ചൈൽഡ്ഹുഡ് ഇന്ററാക്ഷൻസ്, കുട്ടിക്കാലങ്ങളിലെ ചില ഇന്ററാക്ഷൻസ്, അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻസ്, കുട്ടി കടന്നു പോകുന്ന ചില കാര്യങ്ങൾ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ കൾച്ചർ മാറുന്നതിനനുസരിച്ച് കുട്ടികളുടെ ഡെവലപ്മെന്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മള് മൂവീസിലൊക്കെ കാണാറുണ്ടല്ലേ, ഇപ്പൊ ട്വിൻസ്, ഒരേ വീട്ടിൽ ജനിച്ച 2 കുട്ടികള് സെപ്പറേറ്റഡ് ആയി 2 സ്ഥലത്ത് ജീവിക്കുമ്പോൾ രണ്ടുപേരും വളർന്നു വരുന്ന സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് രണ്ടുപേരിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂവീസ് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ കൾച്ചർ ഡെവലപ്മെന്റിന് ആ ഒരു ഡിഫറൻസിന് കാരണമാകും. പിയാജെ പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തൊരു ഡെവലപ്മെന്റ്, അല്ലാണ്ട് ഏതെങ്കിലും ഫാക്ടേഴ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നൊന്നും പിയാജെ പറഞ്ഞില്ല. പിന്നെ പിയാജെക്ക് ഒരു ഫിക്സഡ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഓരോന്നിനും ഓരോ ഏജ് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഏജിൽ ഇത് നടക്കും. കൂടുതലും അദ്ദേഹം ഇന്റലക്ച്വൽ ലെവലുമായിട്ട് കണക്ട് ചെയ്തായിട്ടായിരുന്നു പറഞ്ഞത്. പിന്നെ വിഡോസ്കി പറഞ്ഞത് മറ്റുള്ള ആളുകളുടെ ഗൈഡൻസ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ. പിയാജെ പറയുന്നത് കുട്ടികൾ തന്നെത്താനെയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് വിഡോസ്കിയുടെ അഭിപ്രായത്തില് കുട്ടികളുടെ ആ ലേണിംഗ്, അവരുടെ ഡെവലപ്മെന്റിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ പിയാജെ പറയുന്നത് ഓരോ ഏജിലും കുട്ടിക്ക് ഈ ഒരു ഡെവലപ്മെന്റുകൾ ഉണ്ടാകും. എങ്ങനെ കൾച്ചറും എന്ത് തന്നെയായാലും ഈ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അത് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. 2 പേരും അവരുടെ ഒബ്സർവേഷൻസ് അവരുടേതായ രീതിയിൽ പറയും.
ഇത്രയൊക്കെയാണ് ഈ ഒരു സോഷ്യോ കൾച്ചറൽ ഇതിൽ വരുന്നത്. ക്ലാസ് റൂം സെറ്റിംഗ്സിൽ ടീച്ചേഴ്സിന് എങ്ങനെ വിഡോസ്കിയുടെ ഒരു തിയറി ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ മുന്നിൽ ഒരു കുട്ടി നമുക്കൊരു കുറച്ചു നേരം കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണ്, ആ കുട്ടിയുടെ സ്കിൽ എന്താണെന്നുള്ളത്, അവൻ ഏത് രീതിയിൽ പഠിപ്പിക്കാനായിട്ട് പറ്റും. അത് ടീച്ചേഴ്സിനുള്ളൊരു ഡിവൈൻ ക്വാളിറ്റിയാണ് അല്ലെ. ഏത് രീതിയിൽ അവനെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ട്യൂഷൻ എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ചില കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, ചില കുട്ടികൾക്ക് സമയം എടുക്കും. അപ്പൊ ഓരോരുത്തരെയും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ പല കോഴ്സുകൾക്ക് ചേരാനായിട്ട് കോമ്പറ്റേറ്റീവ് സ്റ്റഡീസിലൊക്കെ പോകുമല്ലോ. അതായത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അതിനൊരു കോച്ചിങ്ങിനായിട്ടൊക്കെ പോകും. എൻട്രൻസ് എക്സാമുകൾ പലതിനും ഉണ്ടല്ലേ, ലോയ്ക്ക് ഉണ്ട്, എഞ്ചിനീയറിംഗിനുണ്ട്, മെഡിസിൻ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോള്, അത് ബാംഗ്ലൂരാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ആ കുട്ടിക്ക് ബാംഗ്ലൂരുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി, മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നമുക്ക് അത്ര കാര്യമായിട്ട് അറിയില്ലല്ലേ, എവിടെയാ കോച്ചിങ്ങിന് പോയിരുന്നു, എവിടെയാ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോ അതെന്നോട് പറഞ്ഞു, ആന്റി നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, നമ്മളുടെ നമുക്ക് ആ ഒരു സ്കോർ നേടിത്തരാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പങ്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ പഠന രീതി എന്താണോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കണം. ഇതുപോലെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ, ബ്രില്യന്റ് ഉണ്ട്, സൈലോ ഉണ്ട്, ആദർശ് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾക്കൊരു പഠന രീതി ഉണ്ടാവില്ല. ചിലർ എഴുതി പഠിക്കും, ചിലർ കുറെ പ്രോബ്ലംസ് ചെയ്യും, ചിലർ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പഠിക്കും, അങ്ങനെ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഓരോരോ കുട്ടികളുടെയും പഠന രീതി ഡിഫറെന്റ് ആണ്. അപ്പൊ അതുമായിട്ട് മാച്ച് ആവുന്ന ഒരു കോച്ചിങ് സെന്റർ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ശരിയാണ് തോന്നുന്നു, ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. അപ്പൊ ഞാൻ പലർക്കും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ പഠന രീതി എന്താണോ അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ അത് ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പൊ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മളും അത് തന്നെ നോക്കും. പഠന രീതി എന്താണോ അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ പോകണം. തേർഡ് ബാച്ചിൽ വന്നപ്പം നമുക്കൊരു മലപ്പുറത്തുനിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ബാച്ചില്. പക്ഷെ എല്ലാം ഓപ്പൺ ആയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ സമ്മതിക്കാൻ വളരെ അതിനുള്ള ഒരു ബോൾഡ്നെസ് ആ കുട്ടിക്കുണ്ട്. അത് പറഞ്ഞു, ഞാൻ അധികം പഠിച്ചിട്ടില്ല, അത് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ മൂത്ത കുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കൂ, അങ്ങനെ എന്തോ 4 മക്കളോ എന്തോ. അപ്പൊ അത് പറഞ്ഞു, ഞാൻ തുല്യതാ പരീക്ഷ എഴുതിയാണ് SSLC പാസ്സായത് ആഫ്റ്റർ മാരേജ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് 33, 32 അങ്ങനെ ഏജ്. തുല്യതാ പരീക്ഷ എഴുതി തന്നെയാണ് ഞാൻ +2 പാസ്സായത്. അപ്പൊ അത് 10th +2 പാസ്സായത് തുല്യതാ പരീക്ഷ എഴുതിയാണ്. എനിക്ക് ലാംഗ്വേജ് അത്ര പോരാ, ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. പക്ഷെ എനിക്ക് ക്ലാസ്സിൽ ഇങ്ങനെ വായിപ്പിക്കുമല്ലോ, എല്ലാരും വായിക്കുന്ന പോലെ എനിക്ക് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ്സിന്റെ ക്ലൈമറ്റ് തന്നെ മാറി. എനിക്കൊന്നും ചെയ്യേണ്ട വന്നില്ല, ക്ലാസ്സിലെ മറ്റുള്ളവര് മാറിക്കൊടുത്തു കുട്ടിക്ക് വായിക്കാനായിട്ട്. കുറച്ച് ഞാൻ ആകെ 2 ക്ലാസ്സിലായിരുന്നു അവർക്ക് കയറിയിരുന്നത്. അപ്പൊ മറ്റു കുട്ടികളും മാറിക്കൊടുത്തു. 100ഓളം കുട്ടികൾ കയറുന്ന ഒരു ബാച്ചായിരുന്നു, ഈവനിങ് ബാച്ചായിരുന്നു. രാത്രി 8 മണിക്കായിരുന്നു ക്ലാസ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം കുട്ടികൾ കയറും, 100-ന് കയറാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കുട്ടിക്ക് വായിക്കാനുള്ളത് കൊടുത്തു. നമ്മുടെ കോഴ്സ് അതിങ്ങനെ അക്ഷരങ്ങൾ പെറുക്കിയ വായിക്കുക. ആദ്യമായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിക്കുന്ന ഒരാൾ വായിക്കുന്ന പോലെയായിരുന്നു വായിച്ചത്. പക്ഷെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതും വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നത് മേ ബി നെക്സ്റ്റ് സ്റ്റെപ്പാണ്, പക്ഷെ അത്ര ഫ്ലുവന്റ് ആയിട്ട് നല്ല സ്പീഡില് പ്രൊനൗൺസിയേഷൻ ഒന്നും വലിയ കുഴപ്പമില്ലാതെ ആള് വായിക്കുന്നത്. അപ്പൊ അത് ആ ഒരു കൾച്ചർ, ആ ഒരു ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്തത് അവിടെ നമ്മുടെ ബാച്ചിലെ മറ്റു കുട്ടികളെയാണ്. അപ്പൊ ശരിക്കും ഈ കുട്ടിയെ ഡെവലപ്പ് ആകാനായിട്ട് ബാക്കിയുള്ളവരുടെ, അപ്പൊ അതൊക്കെ കറക്റ്റ് തന്നെയാണല്ലോ. ഇവരുടെയൊക്കെ അനാലിസിസ് നോക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അവർ പറഞ്ഞു, പക്ഷെ നമുക്ക് അത്രയും ഏജില് ഒരാൾക്ക് അത്രയും ചേഞ്ചസ് ഉണ്ടായി. അപ്പൊ അത് കുട്ടികളുടെ ഉള്ളിൽ ചിലപ്പോ പഠിക്കണം അങ്ങനെയുള്ളത് ഉണ്ടാവില്ല, നമ്മളാണ് അവരെ ട്രിഗർ ചെയ്യുന്നത്. പക്ഷെ വലിയൊരാളുടെ ഉള്ളിൽ എനിക്കത് നേടണം എന്നുള്ളൊരു ഇതുണ്ടാവും. എൻഡ് റിസൾട്ടിനെ കുറിച്ച് അവർ എപ്പോഴും ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അതറിയില്ലല്ലോ, എനിക്കിങ്ങനെ റിസൾട്ട് കിട്ടണം, കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സന്തോഷം അത്രയുള്ളൂ അവർ കാണിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് നമുക്ക് നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് തന്നെയാണ് അല്ലെ, കാരണം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരൊരു പ്ലാറ്റ്ഫോം അവിടെ അങ്ങ് ഒരുക്കുകയായിരുന്നു.
ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രൂപ്പ് പ്ലേ ഒക്കെ ചെയ്തിട്ട് ടീച്ചേഴ്സിന് ഈ സോഷ്യോ കൾച്ചറൽ തിയറി ഒക്കെ അപ്ലൈ ചെയ്യാം. കുട്ടികളെ കൂടുതൽ സോഷ്യലൈസ് ചെയ്യിക്കാം. വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. പിന്നെ നമുക്ക് കാണാം ചില ഗ്രൂപ്പുകളിൽ കുട്ടി കുറച്ചുകൂടെ വലുതാവുമ്പോൾ നല്ലപോലെ ലീഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ മറ്റു കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു താല്പര്യം കാണിക്കും. മോൺസോറി എൻവയോൺമെന്റിലും അത് തന്നെയാണ് നടക്കുന്നത്. ആ ഒരു മ്യൂച്വൽ എയ്ഡ്, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, ആ ഒരു രീതിയിൽ നടക്കും. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ എല്ലാ സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കുട്ടികളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ പലരും ഒരു കൺസേൺ പോലെ ചോദിച്ചു, ഇത് പരീക്ഷയ്ക്ക് വരുമോ, ഞങ്ങൾ ഇത് പഠിക്കണോ? ഇത് പഠിക്കണം എന്നുള്ളതല്ല, നിങ്ങളിത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എക്സാമിന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനെയൊന്നും ബേസ് ചെയ്ത് വരില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ കണക്ട് ചെയ്ത് വരും. പിന്നെ ഫ്രം മൈ സൈഡ് ഏജ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല കേട്ടോ. പീരിയഡ് ഏത് ഏജിലാണ് കുട്ടിക്ക് ഇങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാകുക അങ്ങനെയൊന്നും ചോദിക്കില്ല. കാരണം അതൊരു ജനറൽ കൺസെപ്റ്റ് ആണ്. എല്ലാ കുട്ടികളിലും അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അല്ലേ. 3-ാം മാസത്തിൽ തന്നെ കമിഴ്ന്ന് വീഴും. കമിഴ്ന്ന് വീണിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. കുട്ടി ചിലപ്പോൾ 4-ാം മാസം ആകുമ്പോൾ കമിഴ്ന്ന് വീണാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ചില കുട്ടികൾ 2.5 മാസം ആകുമ്പോൾ കമിഴ്ന്ന് വീഴും. സോ നമുക്കത് ഇന്ന ടൈമിൽ കറക്റ്റ് കമിഴ്ന്ന് വീഴും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ ഞാൻ എന്താ എടുക്കുന്നത്, PF കഴിഞ്ഞു. പിന്നെ സൈക്കോളജി ആണ്. നിങ്ങൾക്ക് സൈക്കോളജി ആരെങ്കിലും എടുത്തു തുടങ്ങിയോ? ആതിര മിസ് ഉണ്ടോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ? ഇല്ല മാം, സൈക്കോളജി മാം എടുക്കാന്നാ പറഞ്ഞത്. ഞാനാണ് സൈക്കോളജി എടുക്കുന്നത്. ടീച്ചർ അതിന് മുമ്പ് ഒരു ഡൗട്ട് ചോദിക്കണം. ഈ 2 റെക്കോർഡ് ടീച്ചർ പറഞ്ഞിട്ട് നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി ബാക്കിയുള്ള റെക്കോർഡിന്റെ ഇത് ടീച്ചർ പറഞ്ഞു തരുമോ, അല്ല നമ്മൾ എഴുതി തുടങ്ങണോ? ഇല്ല, ഞാൻ പറഞ്ഞു തരാം. ഇതിന്നോ എനിക്ക് ആരോ മെസ്സേജ് അയച്ചിരുന്നല്ലോ. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് പറഞ്ഞു എൻ്റെ ഓർമ്മ. അപ്പൊ ഞാൻ എന്നാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ വെക്കേഷൻസ് ഒക്കെ തുടങ്ങാറായി, കുറച്ചൊക്കെ സമയം കിട്ടും. പിന്നെ ചിലർ എന്നോട് പറഞ്ഞു നോമ്പ് സമയമാകുമ്പോ പകല് അങ്ങനെ ഭയങ്കരമായ പണികൾ സാധാരണ ദിവസങ്ങളിലെ പോലെ ഉണ്ടാവാറില്ല. അപ്പൊ ഞങ്ങൾക്ക് പോയിരുന്ന റെക്കോർഡ് എഴുതാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ എന്നാ റെക്കോർഡ് ഡീറ്റെയിൽസ് പറയട്ടെ. ഓക്കെ മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സൈക്കോളജി പാർട്ടിലേക്ക് പോവാം. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യണം. വേറൊന്നുമല്ല, സൈക്കോളജിയുടെ ഫൗണ്ടർ, സൈക്കോ അനാലിസിന്റെ ഫൗണ്ടർ, സൈക്കോളജിയുടെ ഫാദർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ PDF-ലില്ല. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം. ഇപ്പൊ കുറച്ച് സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ. പേടിക്കേണ്ട, പരീക്ഷയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായി അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ടേം 1 എക്സാമിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിന്റെ ഒരു പാറ്റേണും ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ നമ്മുടെ PDF-ഉമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രമാണ് എക്സാമിന് ചോദിക്കുള്ളൂ. പക്ഷെ എന്ന് കരുതിയിട്ട് അതേ വരികൾ അങ്ങനെ ചോദിക്കണമെന്നില്ല. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിന്റെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞിട്ട് പോവാം, നിങ്ങൾ പേടിക്കും. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തൂടെ. അപ്പൊ നമ്മൾ പറഞ്ഞു കുറെ കാലം ഇങ്ങനെ നരകിച്ച് അസുഖം പിടിച്ച് കുറെ വർഷങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ നമുക്ക് ആരോഗ്യത്തോടു കൂടി ക്വാളിറ്റി ലൈഫാണ് ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അല്ലെ, ശരിയല്ലേ? പറഞ്ഞോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ഓപ്ഷൻ ഉണ്ടാകും. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ, ക്വാണ്ടിറ്റി എണ്ണം, കുറെ കാലം. ക്വാളിറ്റി ഓഫ് ലൈഫ്, ബിസി ലൈഫ്, ലക്ഷറിയസ് ലൈഫ്. ഈ ഓപ്ഷൻ കണ്ടാൽ തന്നെ ആൻസർ കിട്ടില്ലേ? അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. കാരണം നിങ്ങൾ പേടിക്കുന്നുള്ളത് ടെൻഷൻ ഉണ്ടാവും എക്സാം കേൾക്കുമ്പോൾ. ടേം 1 കഴിഞ്ഞപ്പോൾ പല ബാച്ചുകാരും പറഞ്ഞതായിരുന്നു വളരെ ഈസി ആയിരുന്നു. കാരണം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവര്, റെക്കോർഡ് ക്ലാസ് മുഴുവൻ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ക്ലാസ്സിൽ കയറുന്നവര് അന്നത്തെ ദിവസത്തെ ഒന്ന് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും. കുറെ എസ്സേ പോലെ എഴുതണ്ട, പോയിന്റ്സ് ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, ദാറ്റ്സ് ഇനഫ്. അതിൽ കൂടുതൽ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് റെക്കോർഡ് റൈറ്റിംഗിലേക്ക് പോവാം. നിങ്ങൾ കളക്ഷൻ ബുക്കും പസിൽസ് ആൻഡ് കിഡ്സ് ആക്ടിവിറ്റി ബുക്കും കഴിഞ്ഞു അല്ലെ? ഇനി നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ റെക്കോർഡ്, അതായത് റൈം റെക്കോർഡ്. അത് കഴിയുമ്പോൾ ലിസ്റ്റിലെ 3ാമത്തെ റെക്കോർഡ് സ്റ്റോറി. 4ാമത്തെ റെക്കോർഡും 1ാമത്തെ റെക്കോർഡുമാണ് നിങ്ങൾ എഴുതി കഴിഞ്ഞത്. 5ാമത്തെ റെക്കോർഡിന്റെ ഒരു കോപ്പി അയച്ചു തരും. അത് 5ാമത്തെ റെക്കോർഡിലേക്ക് എഴുതി വെച്ചാൽ മതി. അത് കോപ്പി ചെയ്യുന്നത് വേറെ, നിങ്ങൾ ഒന്നും കോപ്പി ചെയ്തിരുന്നതാണല്ലോ മാം പറഞ്ഞത് ഇതെന്താന്ന്. അത് വേറൊന്നുമല്ല, ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്.
അതിന്റെ ഫീച്ചേഴ്സ്, ആ മെറ്റീരിയൽസും കൊണ്ട് കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നു ഉള്ള കാര്യങ്ങൾ നല്ലപോലെ എഴുതി വെച്ച ഒരു ഡേറ്റ നിങ്ങൾക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യും. നിങ്ങൾ അത് നിങ്ങളുടെ റെക്കോർഡിലേക്ക് ഒന്ന് കോപ്പി ഡൗൺ ചെയ്താൽ മതി. പിന്നെ അതിന്റെ മെറ്റീരിയൽസിന്റെ ഒരു സോഫ്റ്റ് കോപ്പി PDF അയച്ചു തരും. അത് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചാലും മതി. ഓക്കെ, ഞാൻ ആ റെക്കോർഡ് റൈറ്റിംഗിന്റെ PDF ഒന്ന് ഷെയർ ചെയ്യാം. ഞാനത് എന്റെ റെക്കോർഡ് എടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് നിങ്ങളത് വായിച്ചു നോക്കിക്കോ. ഓക്കെ, നമ്മള് റൈറ്റ് ആക്ഷൻസോ ആണ് ഇതിനകത്ത് എഴുതാൻ പോകുന്നത്. ഓരോന്നും 2 എണ്ണം വീതം എഴുതണം. അതാണ് ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസ്. പിന്നെ നമ്മൾ എഴുതുന്ന സോങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പിക്ചർ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന റെക്കോർഡ് റൈറ്റ് സൈഡ് വരയിട്ടതും ലെഫ്റ്റ് സൈഡ് പ്ലെയിനുമാണ്. അത് കിട്ടിയില്ലെങ്കിൽ 2 സൈഡും പ്ലെയിൻ ആയിരിക്കും നല്ലത്. പ്ലെയിൻ പേപ്പറിൽ എഴുതാൻ നിങ്ങൾക്ക് ഓക്കെ ആണ്, കോൺഫിഡൻസ് ആണെങ്കിൽ 2 സൈഡും പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഈ റൈറ്റ് സൈഡിൽ വരയിട്ടത് കിട്ടിയില്ല, അങ്ങനത്തെ റെക്കോർഡ് കിട്ടിയില്ല, പ്ലെയിൻ മാത്രമേ കിട്ടുന്നുള്ളൂങ്കിൽ വരയിട്ടതിൽ എഴുതാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു വരയിട്ട ഒരു പേപ്പർ ആ പേജിന്റെ അടിയിൽ വെക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ അതിന്റെ ഇംപ്രഷൻസ് കാണാനായിട്ട് പറ്റും. നല്ലപോലെ പേപ്പർ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് ക്ലിപ്പ് ചെയ്ത് വെച്ച് സെക്യൂർ ആക്കിയിട്ട് ആ ഷെയ്ഡ് നോക്കിയിട്ട് എഴുതിയാൽ മതി. നല്ല നീറ്റായിട്ട് നമ്മുടെ പേജ് ഇരിക്കും. അത് മാറ്റിയിട്ട് അടുത്ത പേജ് എഴുതുമ്പോൾ അതിന്റെ അടിയിൽ വെച്ച് വെച്ച് അങ്ങനെ എഴുതാൻ പോകും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ റെക്കോർഡ്. ഇതിലെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ റൈമും സ്റ്റോറിയും ഒക്കെ എഴുതുന്നത്? ചുമ്മാ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ. അതെ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമ്മൾ എഴുതുന്നത് അത്രയും ക്യൂട്ടായിരിക്കണം, അത്രയും സിമ്പിൾ ആയിരിക്കണം, അല്ലെ? നല്ല രസകരമായതായിരിക്കണം. ഭയങ്കര കട്ടി വാക്കുകളൊന്നും ഉപയോഗിച്ച് സിമ്പിൾ ലാംഗ്വേജിലുള്ള ഇതായിരിക്കണം, ഇംഗ്ലീഷിലായിരിക്കണം. ഓക്കെ, അതായത് നമ്മള് ബോർഡിൽ എഴുതി അവരെ ഇമ്പോസിഷൻ എഴുതിച്ചിട്ടൊക്കെ ആൽഫബറ്റ്സും നമ്പേഴ്സും പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് റിസൾട്ട് ആവില്ല. കുട്ടികൾ ഈ ഇമ്പോസിഷൻ കൊടുത്ത് എഴുതുന്ന കണ്ടിട്ടുണ്ടോ? ആപ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് താഴെ വരെ എഴുതി വെക്കും, പി അടുത്ത അക്ഷരം എഴുതും. അങ്ങനെ അവർ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെ? അപ്പൊ നമ്മൾ അതൊരു സോങ്ങിലൂടെയോ സ്റ്റോറിയിലൂടെയോ ഒരു ഗെയിമിലൂടെയോ ഒരു റോൾ പ്ലേയിലൂടെയോ ഒരു ചാർട്ട് കാണിച്ചിട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവർ പഠിക്കും. എന്നിട്ട് അവരോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് അവർ എഴുതും. അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണൊക്കെ പിന്നെ അവർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വൺ ആൽഫബറ്റിക്കൽ സോങ്സ് ആണ്. നമുക്ക് ആൽഫബറ്റ്സ് കുട്ടികളെ പഠിപ്പിക്കണം. 2 എണ്ണം എഴുതും. ഓരോ തീമിനും 2 എണ്ണമാണ് എഴുതുന്നത്. പിന്നെ കുട്ടികൾക്കാണ് വലിയൊരു 10-25 ലൈനുള്ള റൈം ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓർക്കില്ല. ഇവര് നമ്മുടെ കൂടെ പാടി പാടി ആക്ഷൻസ് കാണിച്ച് ഇവരത് തന്നെ അത് ബൈഹാർട്ടാണ്. പിന്നെ അവര് തന്നെ പാടാൻ തോന്നും. അപ്പൊ അതിന് നമുക്ക് വളരെ കുറച്ച് ലൈൻസ് മതി, അല്ലെ? നിങ്ങൾ നഴ്സറി റൈംസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എല്ലാം വളരെ കുറവായിരിക്കും. ആൽഫബറ്റിക്കൽ സോങ്സ്. ഇനി അയ്യോ എനിക്ക് തന്നെത്താനെ ഇതൊന്നും ക്രിയേറ്റ് ചെയ്ത് തന്നെത്താനെ എഴുതേണ്ടതാണ് കേട്ടോ. തന്നെത്താനെ ക്രിയേറ്റ് ചെയ്ത് എഴുതാൻ അറിയില്ല, ഞാൻ എന്തായാലും കോപ്പി ഡൗൺ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളും പോയി നമ്മൾ നോക്കുമായിരിക്കും. അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആക്കി വെക്കാം. പക്ഷെ നിങ്ങളുടേതായ ചേഞ്ചസ് ആയിട്ട് വരുത്തെങ്കിലും വേണം കേട്ടോ. തന്നെ ക്രിയേറ്റ് ചെയ്ത് എഴുതുന്നവരുടെ റെക്കോർഡിന് അതിനനുസരിച്ച് നമ്മൾ വാല്യൂ ചെയ്യും. എങ്ങനെ വിചാരിക്കില്ല ഇത്രയും പേരുടെ എങ്ങനെ ഞങ്ങൾ നോക്കി തീർക്കുന്നത്? അങ്ങനെയല്ല, അത് നമ്മൾ നമ്മളുടെ ട്രസ്റ്റ് ഓൾറെഡി തുടങ്ങി ബിൽഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? എന്തും ശരിയായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുള്ളൂ. നമ്മൾ ഫേക്ക് ആയിട്ട് ഒന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ല. സോ ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട്
റെക്കോർഡ് എല്ലാം എഴുതിയോ എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നിങ്ങൾ കറക്റ്റ് പറയും ഞാൻ റെക്കോർഡ് എനിക്ക് കുറച്ച് ഭാഗത്ത് പിക്ചേഴ്സ് ഒട്ടിക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് എല്ലാം എഴുതി കഴിഞ്ഞു. പക്ഷെ സ്റ്റോറി റൈം എന്റെ ക്രിയേഷൻ അല്ല കേട്ടോ ബസ്, അത് ഞാൻ കോപ്പി ചെയ്തതാണ് ഗൂഗിളിൽ നോക്കിയിട്ട്. പിന്നെ മോന്റെ ടെക്സ്റ്റ് നോക്കി, പിന്നെ ചെറിയ ചെറിയ കഥബുക്കുകളൊക്കെ നോക്കി എഴുതി. പിന്നെ ചിലതൊക്കെ ഞാൻ എന്റേതായ മാറ്റം വരുത്തിയത്. അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്ത് നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ട്രസ്റ്റ്, ഒരു ബോണ്ടിങ് നമ്മൾ തമ്മിലുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് വൺ ABCD ആൽഫബറ്റ്സിന്റെ ആൽഫബറ്റിക്കൽ സോങ്സ്. ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആൽഫബറ്റിക്കൽ സോങ്സ് ഉണ്ടാക്കാം. അപ്പൊ ആൽഫബറ്റ്സും പഠിപ്പിക്കാൻ, അതിന്റെ ഫോണറ്റിക്സ് ആ ഒരു സൗണ്ടും പഠിപ്പിക്കാനായിട്ട് പറ്റും. ഞാൻ എഴുതിയതില്ല, ഞാൻ പിക്ചർ വരച്ച ആദ്യം കാണിച്ചു തരാം. കുട്ടികൾ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതായിട്ട് ഒരു പിക്ചർ വരച്ചു. അപ്പൊ നമ്മൾ എഴുതുന്നതുമായിട്ട് കണക്ട് ചെയ്ത പിക്ചർ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം എന്നാണ്. അങ്ങനെ ഒരു പിക്ചർ കുട്ടികളുടെ ടെക്സ്റ്റിന്റെ പഴയ ഒരു പിക്ചർ ആയിരുന്നു. പിന്നെ നമുക്ക് സ്റ്റെൻസിൽസ് കിട്ടുമല്ലോ ചില സമയത്ത്, ഇങ്ങനെ ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സിന്റെ ഒക്കെ. അപ്പൊ ആ സ്റ്റെൻസിൽ വെച്ച് ഞാൻ ഒന്ന് ട്രേസ് ചെയ്ത് വെച്ചു, അത്രയും ചെയ്തു. അത് നിർബന്ധമൊന്നുമില്ല, അത് കണ്ടപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ. ഭയങ്കര രസമൊന്നുമില്ല, എന്നാലും ഞാൻ വായിച്ചേ. ഫസ്റ്റ് ലൈനില് ABCD come together, EFGH stand together, IJKL sit together, MNOP jump together, QRST run together, UVW clap together, XYZ stay together. ഇതെല്ലാം നമുക്ക് ആക്ഷൻസ് കാണിക്കും. പിന്നെ റൈമിംഗ് വേർഡ്സ് ഒരേപോലെ നമ്മുടെ പൊതുവെയുള്ള റൈംസ് മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതിന്റെ ഒരു ഭംഗി കൂടുന്നത് ഇങ്ങനെ നല്ല ഒരേ രീതിയിൽ റൈമിംഗ് ആയിട്ടുള്ള വേർഡ്സ് വരും അല്ലെ. നമുക്ക് ആദ്യത്തെ ലൈനുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ അടുത്തത് വരും. എനിക്കങ്ങനെ റൈമിംഗ് ഒന്നും വെച്ച് എഴുതാൻ അറിയില്ലായിരുന്നു, പക്ഷെ കുറച്ച് ആക്ഷൻസ് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്തു. ഞാൻ 7 ലൈൻസിൽ അത് എടുത്തേക്കണേ. ഞാൻ ഓഡ് ലൈൻസിൽ റൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എഴുതിയപ്പോ 7 ലൈനേ വന്നു. 8 to 12 ലൈൻസ് ഒന്നും എഴുതിയൊക്കെ പക്ഷെ എത്രയും. നെക്സ്റ്റ് ടീച്ചറിന്റെ ഒരു കുട്ടിയുടെ പിക്ചർ കിട്ടി, അത് ഒട്ടിച്ചിട്ടുണ്ട്. Come dear children, we will sing together. ABCDEFG, clap your hands, clap, clap, clap. HIJK, LMNOP, nod your head, nod, nod, nod. QRST, UVW, stamp your feet, stamp, stamp, stamp. XYZ, shout hooray, 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 hooray. അതിലേക്കാളും കുറച്ചും കൂടെ എനിക്ക് ഇത് ഇച്ചിരി കുട്ടികളെ ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നതായിട്ട് തോന്നി. അടുത്തത് നമ്പർ സോങ്സ് ആണ്. നേരത്തെ പോലെ തന്നെ കുട്ടികളും ടീച്ചറും നമ്പേഴ്സ് ആ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തു. 1, 2 enter the class, 3, 4 keep your bags down, 5, 6 say your prayers, 7, 8 smile each other, 9, 10 wish each other, say hi, say hello, say good morning, be happy, happy, happy. പിന്നെ നമ്പർ സോങ്സ് എഴുതിയത്. പിന്നെ അടുത്തത് ഇങ്ങനെയൊരു പിക്ചർ മോന്റെ ഏതോ ഒരു സബ്ജക്റ്റിലെ ചെറിയ ക്ലാസ്സിലേട്ടോ ആ ഒരു ഇതായിരുന്നു. അപ്പൊ അതിനകത്തൊരു മെസ്സേജ്, ഒരു കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള രീതിയിൽ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്തു ചെയ്യാനായിട്ട്. സേ 1 plant a tree, say 2 water daily, say 3 care it well. ഇതൊക്കെ സ്കൂളിലും വീട്ടിലും കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. Say 4 plant more trees, say 5 make a beautiful garden, say 6 make it awesome, say 7 touch and see the beauty, say 8 feel the fragrance, say 9 don't pluck the flowers, say 10 love them all. Okay, next one, capsule poems. EVS സബ്ജക്റ്റിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ടാവും അല്ലെ. ആനിമൽസിനെ കുറിച്ച്, ബേർഡ്സിനെ കുറിച്ച്, ഫ്ലവേഴ്സിനെ കുറിച്ച്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. ചെറിയ ചെറിയ പോയംസ് ഉണ്ടാക്കിയിട്ട് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ ക്യാപ്സൂൾ പോയംസിൽ ഞാൻ ആകെ 4 വരികളെ എഴുതിയിട്ടുള്ളൂ. ചെറിയ പോയം അതാണ് വരുന്നത്. ക്യാപ്സൂൾ എന്ന് പറയുന്നത് നമ്മളതാണല്ലോ. എന്റെ ഫസ്റ്റ് പോയിന്റ്
ആകെ മൂന്നല്ല 4 വേർഡേ ഉള്ളൂ. 4 വേർഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. എനിക്കത് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ജസ്റ്റ് 4 വേർഡേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം മീനിങ് ഫുൾ. വലിയ ഗ്രാമറും സ്ട്രക്ചറും സെന്റൻസും അങ്ങനെയൊന്നുമില്ല. റാറ്റ് റാറ്റ്, റൺ റൺ, ക്യാറ്റ് ക്യാറ്റ്, ചേസ് ചേസ്, റാറ്റ് റൺ, ക്യാറ്റ് ചേസ്, റൺ റൺ, ചേസ് ചേസ്. ഇതിന് കേൾക്കുന്ന എല്ലാവർക്കും കൊച്ചുകുട്ടിയാണെങ്കിലും ഒരു മീനിങ് മനസ്സിലാവില്ലേ അല്ലേ? ക്യാപ്സൂൾ പോയംസ് അതുപോലെ നിങ്ങൾ എഴുതുക, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. സണ്ണിനെ കുറിച്ച്, മൂണിനെ കുറിച്ച്, സ്റ്റാർസിനെ കുറിച്ച്, പിന്നെന്താ ഫ്രൂട്ട്സിനെ കുറിച്ച്, അങ്ങനെ ഓരോന്നിനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് മാംഗോ, പീകോക്ക്, അങ്ങനെ ഓരോന്ന് പഠിപ്പിക്കാനായിട്ട് നമുക്ക് പോലെ പോയംസ് എടുക്കാം. അപ്പൊ ആദ്യത്തെ ഇതെനിക്ക് എന്റെ കുട്ടികൾ അന്ന് വരച്ചു തന്ന കേട്ടോ. ഒരു വരച്ചു തന്നത് ക്യാറ്റിനെയും റാറ്റിനെയും വലുതായി. പിന്നെ രണ്ടാമത്തെ ക്യാപ്സൂൾ പോയമായിട്ട് എഴുതിയത് flowers bloom, fragrance spreads, birds sing, sweetness flows. അത്രയേ ഉള്ളൂ അതിൽ. ഫ്ലവറിന്റെ പിക്ചർ അതും അവര് വരച്ചെന്താ കളർ ചെയ്ത്. വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇനി വെക്കേഷൻ ഒക്കെ തുടങ്ങുകയല്ലേ, കുട്ടികളുമായിട്ടൊക്കെ ഇതിരുന്ന് ചെയ്യും. എന്റെ ഫ്ലോപ്പ് ആയത് നെക്സ്റ്റ് തീമായിരുന്നു ഫോക്ക് സോങ്സ്. അതൊട്ടും നന്നായില്ലാന്ന് ഞാൻ എല്ലാ ബാച്ചിലും പറയും. എനിക്കത് അത്ര ഇഷ്ടമായില്ല. നാടൻ പാട്ട്, നാടോടി പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ ഫോക്ക് സോങ്സ്. ഈ കാര്യമായ പിക്ചറും കിട്ടിയില്ല എന്നുള്ളതാണ് രസം. ഒരു കുട്ടി ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ട് നിന്ന് കൈകൊട്ടി പാട്ട് പാടി ഡാൻസ് ചെയ്യുന്ന പോലെ എന്നൊരു ഫോട്ടോയാണ് ഞാൻ അതിന് ഒട്ടിച്ചത്. ഞാൻ കുറച്ച് ഈ മീനിങ്ലെസ് ആയിട്ടുള്ള ചില വേർഡുകൾ ഈ ഫോക്ക് സോങ്സിനകത്ത് ഉണ്ടാവുമല്ലോ, ഹിപ്പ് ഹിപ്പ് ഹുറേ ഹുറേ എന്നൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ചേർത്ത് ഒപ്പിച്ചു ശ്രമിച്ചു എന്നുള്ളതാണ് അതിനകത്ത്. Hip hip hooray hooray, farmers sang together happily, hares waved their head in the wind, birds sang together, hoo hoo hoo, they happily fly together, everyone feeling happy, singing together, la la la, nature also feeling happy when it touches by raindrops. അത്ര ഭയങ്കര നാടൻ പാട്ടൊന്നുമല്ല കേട്ടോ. നെക്സ്റ്റ് വൺ, ഫിഷർമാൻ ഒക്കെ ഇങ്ങനെ ഫിഷിങ്ങിന് പോകുമ്പോൾ അവരവരുടേതായ ഒരു ടോണിലൊക്കെ ഒരു പാട്ടൊക്കെ പാടുമല്ലോ. ഈ ബോട്ട് ഇങ്ങനെ തള്ളി ഇറക്കിയിട്ടൊക്കെ ബോട്ട് ഇങ്ങനെ തുഴയുന്ന സമയത്തും അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, നന്നായി. ഹിയ 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 ഹിയ, ഫിഷർമെൻ greet together, ha ha ha, they sang together, hiya hiya ha ha, they row their boat to sea for catching fish, singing yo yo la la, shouting hooray hooray. അത്ര സുഖമൊന്നും ആയില്ല. നിങ്ങൾ നന്നായി എഴുതൂ കേട്ടോ. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു പ്രത്യേക ടോണിലൊക്കെ, പോപ്പ് സോങ്ങിന്റെ പ്രത്യേക ടോണല്ലേ, അത് ആ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കും. നെക്സ്റ്റ്, റിഡിൽ സോങ്സ്. നമുക്ക് ഇതൊരു സോങ് ആയിരിക്കണം, ഒരു റൈം ആയിരിക്കണം, കുട്ടികൾ ചിന്തിച്ച് ആൻസർ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് നമ്മൾ ആൻസർ ആകുന്ന രീതിയിൽ ആ ഒരു റൈം കംപ്ലീറ്റ് ചെയ്യണം. I can fly high, I am not a bird, I am colorful, I have no wings, everyone likes me, all are my friends, but I need thread and you, then only I can fly. Tell me my friend, who am I? കൈറ്റ്. കൈറ്റ് 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 ബ്യൂട്ടിഫുൾ കൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എൻഡ് ചെയ്തിരിക്കുന്നത്. കൈറ്റ് വരയ്ക്കാനും നല്ല എളുപ്പമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ കൊണ്ട് കൈറ്റ് ഉണ്ടാക്കിക്കുകയും ചെയ്യാം. കൈറ്റിന്റെ കണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. കൈറ്റ് കുട്ടികളെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കുകയും ചെയ്യാം. നിങ്ങൾ കൈറ്റ് തന്നെ റിഡിൽ ആൻസർ കിട്ടുന്ന രീതിയിൽ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. രണ്ടാമത് എഴുതിയത്, I am yellow and like a bowl, my house is at sky, I give light to grow, I will shine all the day, I will hide in the night, you cannot reach at me, sorry, I am too hot, my dear. ആരായിരിക്കും? Yes, shining sun. അതും വരച്ചു, എളുപ്പമുണ്ടായിരുന്നു വരയ്ക്കും. അപ്പൊ അതൊക്കെ നമുക്ക് പഠിപ്പിക്കും. അതൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ ചെയ്യാൻ. റിഡിൽ സോങ്സ് ഒക്കെ നമുക്ക് ഒരു റിഡിൽ മനസ്സിലാലോചിച്ച് അതിലേക്ക് ആൻസർ എത്തിക്കാവുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മതിയല്ലോ. നെക്സ്റ്റ്, സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ്. ഞാൻ ഫസ്റ്റ് എഴുതിയത് സോളാർ സിസ്റ്റത്തെ കുറിച്ചായിരുന്നു.
സണ്ണും അതിന് ചുറ്റും 8 പ്ലാനറ്റ്സ് ആ ഒരു രീതിയിൽ ഒരു പിക്ചർ വരച്ചു. അത് കുട്ടികളുടെ സയൻസ് ബുക്കിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ പിക്ചർ വരച്ചു. കാരണം മോണ്ടിസോറി എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ KG സെഷനിലൊക്കെ ഈ സോളാർ സിസ്റ്റത്തിന്റെ പിക്ചറോ അല്ലെങ്കിൽ അതിന്റെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ക്ലാസ് റൂമുകളിൽ. ഗ്ലോബ്, മാപ്പ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കണക്ട് ചെയ്ത് നമ്മളൊരു റൈം ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 9 പ്ലാനറ്റ്സ് എന്നായിരുന്നു. പക്ഷെ പ്ലൂട്ടോനെ ഒഴിവാക്കി പിന്നീട് അതൊരു ഡാഫ് പ്ലാനറ്റ് അതിനെ മാറ്റി. ഓക്കെ, ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8. There are 8 planets. Our Earth is one of them. Earth is round in shape. It looks like a football. Sun is a big hot star. Stars give out their light in the night. Sun gives heat and light. All the planets revolve around the sun. നമുക്ക് സോളാർ പ്ലാനറ്റിനെ കുറിച്ച് പഠിപ്പിക്കാൻ കുറച്ചുകൂടി ഇത് നന്നാക്കി പോയിന്റ്സ് ഒക്കെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റൈമായിരിക്കും. പിന്നെ എഴുതിയത് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസ് ഉണ്ടല്ലോ, പുറത്തുള്ള ആ ഓർഗൻസ്, ഐസ്, ഇയേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിക്ചറും കിട്ടാൻ വലിയ ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ്. ഇത് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൈമാണ്. വിച്ച് ഈസ് ദ യെല്ലോ കളർ ഫ്ലവർ? ഇറ്റ് ഈസ് എന്തോ കണക്ഷൻ ആയിരുന്നു, കാണാമോ, കേൾക്കാലോ? Which is the yellow color flower? It is sunflower. Which flower grows on water? It is lotus. Which plant has both thorns? It is rose plant. Which is a medicinal plant? It is basil plant. Who is king of fruits? It is mango. ആ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് സൈഡിൽ ഒട്ടിക്കുകയും ചെയ്യാം. പിന്നെ ആനിമൽസ് അങ്ങനെ കുറച്ച് നോക്കി. Who guards our house? It is dog. Who has both black and white stripes? It is zebra. Who has both colorful wings? It is butterfly. Who has both beautiful feathers? It is peacock. Who is the biggest land animal? It is elephant. Our pictures notice. It provides general knowledge type. അത് കുറെ ഇങ്ങനെ ആലോചിച്ചിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇവരുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ കണ്ടപ്പം ആ പിക്ചർ ഒട്ടിച്ചിട്ട് അത് ഒരു റൈമായിട്ട് എഴുതിയൊന്നുമില്ല. ഒരാളൊരു വിത്ത് കുഴിച്ചിട്ടു, അത് സ്പ്രൗട്ട് ചെയ്ത് വന്നു, പിന്നെ അത് വാട്ടർ ചെയ്തു, അങ്ങനെ വലിയ മരമായി, നിറയെ ഫ്രൂട്ട്സ് ആയി, ആൾക്കാർ ഫ്രൂട്ട്സ് കഴിച്ചു, അതിന്റെ ഷെയ്ഡിൽ റെസ്റ്റ് ചെയ്തു, അത് പിന്നെ ഒരു റൈം പോലെ അങ്ങ് എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ നല്ലൊരു വാല്യൂ കുട്ടികളുടെ മനസ്സിലേക്ക് വരുമല്ലോ. ഇറ്റ് വാസ് വൺസ് എ സീഡ്. The farmers sowed and watered it. Then it grew into a sapling. It grew and became a plant. Later it became a tree. It bears tasty fruits. All eat its fruits and rest in its shade. Eating by all enjoyed the fruits. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ അങ്ങനെ ജനറൽ നോളജ് ടൈപ്പില് ഒരെണ്ണം അതാണ് എഴുതിയത്. പിന്നെ എഴുതിയത് ഈ നമ്മള് ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കില്ലേ, അനിമൽസിന്റെ ഷെൽട്ടർ, അതിന്റെ പേര് പഠിപ്പിക്കുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം എഴുതി. We live in our sweet home. Animal friends also have home. Cow and goat live in a shed. A dog lives in a kennel. Hen has a coop and horse has a stable. King of forest is the lion. Who has got a den? Biggest and land animal is elephant. Tallest animal is giraffe. Both live under the trees. Everyone has got sweet home. Sweet, sweet, sweet home. ആ ഒരു രീതിയിലായിരുന്നു അത് എഴുതിയത്. ഈ ജനറൽ നോളജ് ടൈപ്പ്.
പറ്റാവുന്ന ഇത്രയും പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ആണ്. കുട്ടികൾക്ക് ഹെൽത്തി ഹാബിറ്റ്സ് അവരെ വഴക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണിഷ്മെന്റ് കൊടുത്ത് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലൊരു ആക്ഷൻ സോങ്ങിലൂടെ കാണിച്ചു കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് എഴുതാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. Early to bed, early to rise, make everyone healthy one. Brush your teeth twice a day, make your smile white as milk. Wash your hands before and after every meal. Take a bath twice a day. You can feel and see best of you only. കുറച്ച് എനിക്ക് തോന്നുന്നു എഴുതി വന്നപ്പം ബെറ്റർ ആയതുപോലെ തോന്നുന്നു അല്ലേ. നെക്സ്റ്റ് അതിൽ തന്നെ വരണം pray to God every day. Have healthy food in time, then only you get power. Comb your hair regularly, you can see how nice it is. Trim your nails regularly, it should be good for you. Wear neat and clean clothes, then you can see how smart you are. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കൊടുത്തു. പ്രേ ചെയ്യുന്നതും കോമ്പ് ചെയ്യുന്നതും ബ്രഷ് ചെയ്യുന്നതും ഡ്രസ് ചെയ്യണതും. അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ ഇത് എഴുതാൻ എനിക്ക് ഭയങ്കര എനിക്ക് ഷെയർ ചെയ്യാനും ഭയങ്കര സന്തോഷം. കാരണം മനസ്സിലുണ്ടായിരുന്ന 2 വ്യക്തികളായിരുന്നു. അത് കാരണം എഴുതാൻ ഭയങ്കര ഈസി ആയിരുന്നു. തെറ്റിത്തിരുത്താനോ അങ്ങനെ കളയേണ്ട ഒന്നും ആവശ്യവും വന്നില്ല. അത് അങ്ങനെ എഴുതാൻ പറ്റി. ഫസ്റ്റ് ഞാൻ എഴുതിയത് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചായിരുന്നു. Oh Jesus, you Son of God, He is unique and kind. He heals the wound and pain. He speaks about love only. He says, you shall love your neighbors as yourself. He says, love God with all your heart, soul and mind. He the love and kind. നെക്സ്റ്റ് എഴുതിയത് മദർ തെരേസയെ കുറിച്ച്. The symbol of love and affection, it's only you, mother. She was always there for poor and needy. She believes she belonged to the world. Always keeping smile on her face, we can feel the affection in her arms. She will show what real love can do. മദർ തെരേസയെ കുറിച്ച് 2 പേരെ കുറിച്ചായിരുന്നു എഴുതിയത്. പിന്നെ ആനിമൽസിനെ കുറിച്ച് എഴുതാൻ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമല്ലോ. അനിമൽസിൽ ഞാൻ എഴുതിയത് അനിമൽ സൗണ്ട്സ് നമ്മളെ കുട്ടികളെ കേൾപ്പിക്കും അല്ലെ. അങ്ങനെ അനിമൽ സൗണ്ട്സ് വെച്ചിട്ടാണ് ഒരു റൈം എഴുതിയത്. വി ക്യാൻ മേക്ക് സോ മെനി സൗണ്ട്സ്, അനിമൽസ് ക്യാൻ മേക്ക് their own sounds. Dog barks, bow bow wow. Cat mews, meow meow meow. Cow moos, moo moo moo. Sheep says, ba ba ba. Horse says, neigh neigh neigh. Donkey says, bray bray bray. Elephants trumpets loudly. Lion and tiger roar aloud. അതൊക്കെ നമ്മൾ ആക്ഷനിലൂടെ ശബ്ദം മാറ്റി വോയിസ് മോഡുലേഷൻ ഒക്കെ മാറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ആനിമൽസ് കൊണ്ട് നമുക്കുള്ള ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആനിമൽസ് ഉണ്ടല്ലോ. Cow and goat give us milk, so as buffalo too. Sheep gives us wool, so as make into clothes. Dog guards our home, he is too close to men. Oxen helps farmers in fields, so as to make our work easy. Wild animals live in jungle, they are really good and cute. അങ്ങനെ അനിമൽസിനെ കുറിച്ച് എഴുതി. അതുപോലെ തന്നെ ബേർഡ്സിനെ കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. ബേർഡ്സ് ഉണ്ടാകുന്ന സൗണ്ട് അതെഴുതി. ബേർഡ്സ് ലൈക്ക് ടു ഫ്ലൈ ഹൈ, സം ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ. All lays eggs to hatch, birds make chirping sounds. Crows make caw caw, doves make hoo hoo, ducks make quack quack, hens make chick chick. Owls can see only night, or they make hoot hoot. Peacock dance beautifully, parrots talk nicely. ഇങ്ങനെ ഒരുവിധം വേർഡ്സിനെയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിക്ചേഴ്സും കളക്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ ബേർഡ്സ് അവരുടെ വീട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയത്. ബേർഡ്സ് ക്യാൻ മേക്ക് their own home. Now we can see how beautiful all are good and strong. Inside it is soft and nice. They lay eggs and hatch in it. Small birdies will come soon. They will learn soon to fly. Mother will lead them to fly. ഒരു വലിയൊരു പിക്ചർ ഒട്ടിച്ചു.
ഒട്ടിച്ചല്ല, വരച്ചാണ്, ട്രേസ് ചെയ്തിട്ട് വരച്ചാണ് കേട്ടോ, അല്ലാതെ ഫ്രീ ഹാൻഡ് വരച്ചല്ല. നെക്സ്റ്റ് പ്രെയർ സോങ്സ്. ശരിക്കും ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ എപ്പോഴും പറയും നിങ്ങൾ പ്രെയർ സോങ്സ് ഉണ്ടാക്കണം, എല്ലാവരുടെ പ്രെയർ സോങ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. നത്തിങ് റിലീജിയസ് എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളുകളിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ അല്ലെ, നത്തിങ് റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രെയർ ആണ്. ജസ്റ്റ് യൂണിവേഴ്സിന് നമ്മൾ താങ്ക് യു പറയുന്ന രീതിയിലുള്ള പ്രെയർ. ഓക്കെ, സം ഫോഴ്സ് ഇസ് കൺട്രോളിങ് അസ്. നമുക്കൊരു ഭയഭക്തി ബഹുമാനം, നമുക്കൊരു ഇഷ്ടം ഒക്കെ ഉള്ള ഒരു ഫോഴ്സ് നമ്മളെല്ലാരെയും കൺട്രോൾ ചെയ്യുന്നു എന്നൊരു വിശ്വാസം എല്ലാവരിലും ഉണ്ട്. ആ അത് കൺസെപ്റ്റ് വെച്ചിട്ട് പ്രെയർ സോങ്. ഓ ഗോഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us the life. Thank you God for guiding us. Thank you God for saving us. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for the flowers that bloom. Thank you God for everything. താങ്ക്സ് ഗിവിംഗ് പോലെ എല്ലാത്തിനും താങ്ക് യു പറഞ്ഞിട്ടുള്ള ഒരെണ്ണം. അത് ഇങ്ങനെ ഒരു പിക്ചർ ഒട്ടിച്ചു കുട്ടികൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന രീതിയിൽ. ഞങ്ങൾ മോണ്ടിസോറി പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വീക്കിലെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു എല്ലാവരും ഇംഗ്ലീഷിൽ ഒരു പ്രെയർ ക്രിയേറ്റ് ചെയ്യണം. വീട്ടിലൊന്നും പോയിട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ അവിടെ റൗണ്ട് വട്ടത്തിൽ ഇരുന്നിട്ട് എല്ലാവരോടും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ തരും. ആ സമയത്ത് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്യും. അപ്പം നമ്മുടെ പ്രെയർ ബാക്കി എല്ലാവരുടെയും കയ്യിലൂടെ പോകും. അപ്പൊ എല്ലാവരും മാർക്കിടും. അതുപോലെ ബാക്കിയുള്ളവരുടെ എല്ലാം നമ്മുടെ കയ്യിൽ വരും, മാർക്കിടും. ലാസ്റ്റ് ഒരു വോട്ടിംഗ് പോലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളുടെ പ്രെയർ ആയിരിക്കും ആ ഫുൾ അക്കാദമിക് ഇയറിൽ ആ ഒരു വർഷം ക്ലാസ്സിൽ ചൊല്ലിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ലക്കിലി എന്റെ പ്രെയർ ആണ് സെലക്ട് ചെയ്തത്. ആ പ്രെയർ എന്തോ വായിക്കാം. ടോണൊന്നും നമ്മൾ തന്നെ ടോൺ ഇടണം എന്നൊക്കെയാ പറയുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര ടോണൊന്നും ഇടാനൊന്നും അറിയില്ലായിരുന്നു. വെൻ സൺ ഷൈൻസ് ഫീലിംഗ് ഗോഡ്, then sorrows will go away. When moon lights feeling good, then calmness will fill in heart. When stars twinkle feeling good, then smile comes on the face. When breeze blows feeling good, then peace will come on mind. When flowers bloom feeling good, then fragrance spread all over. When birds swing feeling good, then sweetness will hear around. When lamp brights feeling good, then shine comes on the face. When all together doing well, then happiness forever. ഇതായിരുന്നു പ്രെയർ, ഇതായിരുന്നു പിക്ചർ. അപ്പം പക്ഷെ എനിക്കങ്ങനെ ഒരാളുടെ പ്രെയർ മാത്രം വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും ആ ചാൻസ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും പ്രെയർ ചെയ്യൂ, പ്രസന്റ് ചെയ്യൂ എന്ന് പറയണത് കേട്ടോ. അപ്പൊ ഇതുപോലെ റെക്കോർഡ് എഴുതുക, ഒരു ടെൻഷനും വേണ്ട. നമ്മളിങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ നമുക്കത് കിട്ടും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സ്റ്റോറിയും പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർ പറയാറുണ്ട് ഈ റൈം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു കഥയുടെ ഒരു ഐഡിയ മനസ്സിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓടിപ്പോയിട്ട് സ്റ്റോറിയുടെ റെക്കോർഡിൽ ഇത് എഴുതി വെക്കും. ഓർഡർ ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല കേട്ടോ, ഏത് ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. പിന്നെ കൂടുതൽ തീം വെച്ചിട്ട് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. പുതിയ പുതിയ റൈംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇത്രയും തന്നെ നമ്പറേ പാടുള്ളൂ. അങ്ങനെ കൂട്ടുക, മാക്സിമം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കൂ. ഇറ്റ്സ് വെരി ഈസി. നമുക്ക് വൺസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കിട്ടിക്കോളും. ഒരു ഐഡിയ കിട്ടിയില്ലേ ഇങ്ങനെ എഴുതണം എന്നുള്ളത്? ട്രൈ ചെയ്യൂ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുട്ടികളോടൊക്കെ ഒരു പക്ഷെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് കൊണ്ടുപോകണോ? ഫസ്റ്റ് ഡേ ഒന്നും എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് അവിടത്തെ ഒരു രീതി മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾക്ക് ഫ്രീഡം അവർ തരികയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അല്ലെങ്കിൽ അവര് നമുക്ക് ടോപ്പിക് തരികയാണ്, നിങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചാൽ മതി, വേറൊന്നും പഠിപ്പിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്നതിനകത്ത് ഏതെങ്കിലും ആൽഫബറ്റ്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ വേർഡ്സ് പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവരാം. വേർഡ് റീഡിംഗ് കാർഡ് ഉണ്ട്, പിക്ചർ റീഡിംഗ് കാർഡ് ഉണ്ട്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് അങ്ങനെ നമുക്ക് അവരെ പഠിപ്പിക്കും. അപ്പൊ വൺസ് നമ്മളത് ചെയ്ത റിസൾട്ട് കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. പല കുട്ടികളുടെ കയ്യിൽ നിന്നും ആ മെറ്റീരിയൽസ് വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. അതിലൊരു ടെൻഷനും വേണ്ട, അത് അവിടെ കൊടുത്തു, ഒരു പ്രോബ്ലം ഇല്ല. വൈവ സമയത്ത് പേടിക്കൊന്നും വേണ്ട, നിങ്ങളത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നും. അത് നല്ലൊരു കാര്യം ചെയ്തു. ചിലരോട് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു ചില സ്കൂളില്.
പ്രിൻസിപ്പൽമാര്. അങ്ങനെ അത് എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടാക്കിക്കോളൂ, സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കൂ, നല്ലൊരു കാര്യമെന്ന് പറഞ്ഞു. പക്ഷെ പ്രതീക്ഷിക്കാതെ അതിന് പേയ്മെന്റും കൊടുത്തു. അത്രയും എഫേർട്ട് എടുത്ത് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി ഉണ്ടാക്കിയതല്ലേ, അതിന് ആ പ്രിൻസിപ്പൾ പേയ്മെന്റ് കൊടുത്തു. വളരെ ജെനുവൻ ആയിട്ട് തന്നെ പെരുമാറി. ഓക്കെ മിസ്, അതുപോലെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ മെറ്റീരിയൽസ് കൊണ്ടുപോകണോ? തീർച്ചയായിട്ടും. എത്ര എണ്ണം ഉണ്ട്, നമ്മൾ ചിലപ്പോ ബിഗ് ഷോപ്പറിലും ബാഗിലൊക്കെ ആയിട്ടായിരിക്കും പോണേ. ഒരു മടിയും വിചാരിക്കേണ്ട, കയ്യിലെടുത്തു. കാരണം അതുകൊണ്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്റർവ്യൂലൊക്കെ ക്വാളിഫൈ ചെയ്തു. അല്ലാതെ വന്ന കുട്ടികളുടെ കയ്യിലൊന്നും ഒന്നും ഉണ്ടായില്ല. നമ്മളുടെ പിള്ളേർ ഇന്റർവ്യൂവിന് ചിലപ്പോൾ വലിയ ബാഗായിട്ടാണ് പോകുന്നത്. പറഞ്ഞാൽ മതി, ഞാൻ കാരണം ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ ചെയ്തതാണല്ലോ. നമ്മൾ ചെയ്തതാവുമ്പോൾ നമുക്ക് പ്രസന്റ് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസും ആയിരിക്കും. അങ്ങനെ ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോയപ്പോൾ നമ്മൾ പഴയ സോക്സ് കൊണ്ട് സ്നേക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴേക്കും പറഞ്ഞു, ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞു. ആ പ്രോപ്പർട്ടി വെച്ചിട്ട്, ആ സ്നേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞു സ്റ്റോറി. അവർക്ക് സ്റ്റോറിയുടെ കണ്ടന്റിലായിരുന്നില്ല, അവരുടെ ആ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രസന്റേഷനിലായിരുന്നു ആ കുട്ടിയെ അവർ വാല്യൂ ചെയ്തത്. എന്നോട് ജോലി കിട്ടുകയും ചെയ്തു. ഈ യൂസുഫ് അലിയുടെ ഒരു സ്കൂളുണ്ട് തൃപ്രയാർ, ലേമർ എന്ന് പറഞ്ഞിട്ട്. നല്ല പേയ്മെന്റും 15,000 എങ്ങാണ്ട് സ്റ്റാർട്ടിങ് 15 KG സെഷൻ. ഒരു 1 month ഇത്രയൊക്കെ പേയ്മെന്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കോഴ്സിന് ചെയ്ത 1 month 2 month കൊണ്ട് കോഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത മണി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമല്ലോ. അതൊന്നും ഒരു മടി. എനിക്ക് തോന്നുന്നൊരു 42 എങ്ങാണ്ട് ഉണ്ടായിരുന്നു സുജാത എന്ന പേര്. സുജാത ഫസ്റ്റ് ലൈഫിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ. അതിന് മുമ്പ് ജോലി ചെയ്ത എക്സ്പീരിയൻസോ കുട്ടികളെ പഠിപ്പിച്ചോ ഒന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. ഓക്കെ ദെൻ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. പിന്നെ നമ്മള് സ്റ്റോറിയും കൂടെ അടുത്ത ക്ലാസ്സിൽ പറയും. ഞാൻ എങ്ങനെ മറന്നുപോയെന്ന് ഓർപ്പിക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഈ റൈം എഴുതുമ്പോഴായിരിക്കും ഒരു സ്റ്റോറി കിട്ടുന്നത്. സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും റൈമിന്റെ ഒരു ഐഡിയ കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എഴുതാം. ഓക്കെ ദെൻ താങ്ക് യു സോ മച്ച്. Thank you. താങ്ക് യു മിസ്. ബൈ. മിസ്, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. എന്തെങ്കിലും ഈ എഴുതുന്നതില് ഈ സോങ്സ് എഴുതുന്നതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവോ? തീർച്ചയായിട്ടും നമുക്ക് റെഫറൻസ് നോക്കാമായി, കുഴപ്പമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും നോക്കാം. അപ്പൊ പഴയ ബാലരമ എടുത്ത അതിലെ കഥകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നമ്മളുടെ ഒരു ഐഡിയ ഒന്ന് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങളത് നോക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പൊ ഒരു ഫോക്ക് സോങ് ഞാൻ എഴുതിയത് അത്ര നന്നായിട്ടില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫോക്ക് സോങ് നോക്കുമ്പോ ഒരു മോഡൽ കിട്ടുമല്ലോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ, ഒരു മോഡൽ നോക്കിയിട്ട് അതുപോലെ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഇതും കൂടെ അതിനകത്തൊന്ന് ടച്ചും കൂടെ അതിനകത്ത് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മാം.